കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. തൊഴുതു വന്ന ഞാനും നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ദശാവതാരത്തിൽ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിൻ്റെ രൂപം അതങ്ങനെ നല്ല മത്സ്യത്തിൻ്റെതായൊരു പാലക്കുളം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ 5 ഗോപി തിലകങ്ങളെ കൊണ്ട് മാല പോലെ ചാർത്തിയിട്ടുണ്ട്. അക്കാ നെയ്വിളക്കിൻ്റെ ശോഭന ഇങ്ങനെ തിളങ്ങുക നല്ല ഭംഗിയായിട്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോടുകൂടി മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത് പൊന്നു ഗുരുവായൂരപ്പൻ. ശംഖും ചക്രം സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 കൈയും വരദാനമുദ്രയും അഭയമുദ്രയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ചാർത്തിരിക്കുന്നത്. ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കളഭം കൊണ്ട് ചെറുതായിട്ടൊരു കിരീടം പോലെ ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 2 ചാർത്തിയിരിക്കുന്നത്. തെച്ചി ധാരാളമായിട്ട് തുളസിയായിട്ട് വെളുത്ത പൂവായിട്ട് ഒന്ന്, മറ്റത് തെച്ചിയും തുളസിയും മാത്രമായിട്ട് ഒന്ന്, അങ്ങനെ 2 തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെയാ വെച്ചാൽ തെച്ചി ധാരാളമായിട്ട്, ഇടയിൽ കുറച്ച് തുളസി പൂവ്, വീണ്ടും തെച്ചി ധാരാളമായിട്ട്, തൃക്കാൽക്കലിലേക്ക് എത്തുമ്പോഴേക്കും തുളസി പൂവായിട്ട്, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. മറ്റേ ഇങ്ങനെ തെച്ചി തുളസി ഒരേപോലെ ഇങ്ങനെ കട്ടിയായിട്ട് അങ്ങനെ തെച്ചി ധാരാളമായിട്ടുള്ള പൂക്കളാണ് 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളും. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ആ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചേർത്തിട്ടുണ്ട്. 4 തെച്ചിയും തുളസിയായിട്ടുള്ളത് തന്നെയാണ്. 2 കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ടുള്ളത്. അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. നിന്മേനി കാണാഞ്ഞു കരഞ്ഞു കണ്ണ നനഞ്ഞൊരൻ കണ്ണുകളൊന്നൊരിക്കൽ പട്ടൊത്ത തൃക്കാലടി 2 കൊണ്ടു അമർത്തി ഞാൻ ഒപ്പിടുമാർത്തിയോടെ സ്വസേവക സ്നേഹമിടയ്ക്കൊലിച്ചു മുകുന്ദ നിൻ കണ്ണു കലിച്ചിടുമ്പോൾ മിനുത്തൊരൻ നെഞ്ചൊടു പട്ടെടുത്തു പതുക്കെ പാമതിൽ മുദ്ര വയ്ക്കാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ എന്ന മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകം, നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഈ തിലകങ്ങളും നെറ്റിയിലെ തിലകം, ചെവിയിലെ ചെവിപ്പൂക്കളും, മാറത്തെ 5 ഗോപി തിലകം എല്ലാം നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക. നല്ല കൗതുക, നല്ല ഭംഗിയുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ. ഉദാസന പൂജയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടുകൂടി തൊഴുതു വരുമ്പോൾ തന്നെ നമുക്കും നല്ല സന്തോഷം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വീണ് നമസ്കരിക്കുക. ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ച് വീണ് നമസ്കരിച്ചിട്ട് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കുക. എന്താ പുഞ്ചിരി തൂകിയും കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ നെന്തിനു വേണ്ടി നമ്മളെ കൈവിടില്ല. നല്ല സന്തോഷത്തോടുകൂടി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് ആ ഭക്തന്മാരുടെ കൂടെയാണ്. കാരണം ആ മത്സ്യാവതാരമൂർത്തിയെ നാമം ജപിക്കാൻ തോന്നിക്കണേ. നല്ല ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക്. പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.